നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് വാസ്തുഭവൻ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ എൻ്റെ വീടുകൾ, ഞാൻ പൂർത്തിയാക്കിയ വീടുകളുടെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം അതിൻ്റെ നിർമ്മാണ ശൈലിയും നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന ഒരു വലിയ പറമ്പിൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും കണക്കുകളും അതിൻ്റെ ചുറ്റളവ്, അതിൻ്റെ മറ്റ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കേരളീയ തനിമയോടുകൂടിയ ഒരു വീടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2007 പണിത് പൂർത്തിയാക്കിയ ഒരു വീടാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് വലിയൊരു പറമ്പിൽ ഇങ്ങനെ ഒരു വീട് പണിയാൻ കിട്ടിയാൽ അത് എങ്ങനെ നമ്മളതിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് മുതൽ അത് പൂർത്തിയാക്കുന്നത് വരെ വാസ്തുവിദ്യയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഞാൻ അതിനകത്ത് പൂർത്തിയാക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ഈ 2007 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു 25 കഴിയുമ്പോൾ ഇത്രയും ബാക്കിലോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റേതായ ഒരു പ്രത്യേകതയുള്ള ഒരു കേരളീയ ശൈലിയുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. ഈ വീടിനെ സംബന്ധിച്ച് നമ്മളതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗി നമ്മൾ കാണേണ്ട ഒരു വിഷയമുണ്ട്. കാരണം 2 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു നല്ല ഒരു സ്ഥലത്ത് അത് ഒരു അതിമനോഹരമായിട്ട് നമുക്കൊരു നല്ല വീട്, ഇത് 4 കെട്ടാണ്. ആ ഒരു 4 കെട്ട് പണിയുമ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയും അതിൽ താമസിക്കുമ്പോഴുള്ള ഒരു സുഖവും എല്ലാം നമുക്ക് ഈ വീട് പരിചയപ്പെട്ട് പൂർത്തിയാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് നേരിട്ട് ഇതിൻ്റെ പ്ലാനിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ പ്ലിന്ത് ഏരിയ 4010 സ്ക്വയർ ഫീറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറ് 2380 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 1630 സ്ക്വയർ ഫീറ്റുമായിട്ടാണ് വരുന്നത്. ഈ വീടിനെ നമ്മൾ അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് ഒരു പൂമുഖമാണ്. ആ പൂമുഖം കഴിഞ്ഞിട്ട് ഒരു വരാന്ത, അത് കഴിഞ്ഞ് 2 ബെഡ്റൂം, ഹോള്, ഡൈനിങ്, ഒരു നടുമുറ്റം, കോർട്ട്യാർഡ്, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ, ഒരു പൂജാമുറി, ഇത്രയും സൗകര്യങ്ങളാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വാസ്തുപരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയൊരു പറമ്പിൽ 4 കെട്ട്, ഒരു 4 കെട്ടായിട്ട് ഞാൻ പണിതതാണ്. ഇത് വടക്ക് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്, പൂർത്തിയാക്കിയിട്ടുള്ളത്. 2007 ഇത് കംപ്ലീറ്റ് ചെയ്തത്. പൂർണ്ണമായിട്ട് കേരളീയ തനിമയോട് കൂടിയുള്ള എൻ്റെ ഒരു നിർമ്മാണമാണ്. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ കൂടെ പറയുന്നത്, ഒന്ന്, പഴയ കാലത്ത് നമ്മുടെ മനകളും കൊട്ടാരങ്ങളും ഇതൊക്കെ ഞാൻ വളരെയധികം ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിച്ച് അത് എനിക്ക് കിട്ടുന്ന ഒരു വീടിൽ അത് എങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളത് ഞാൻ ഈ വീടിന് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് അത് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ കണക്കുകളിലേക്ക് പോകാം. ഇത് ഒരു 4 കെട്ട് വീടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ പരിധിത ചുറ്റ്, അതിൻ്റെ ദീർഘവിസ്താരം എന്താണെന്ന് നോക്കാം. ദീർഘം 27 കോലും, അത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ 1944 സെൻറ്റിമീറ്ററും, വിസ്താരം 18 കോൽ 12 അംഗലവും, അത് 13.32 അല്ലെങ്കിൽ 1332 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്. അതിൻ്റെ ചുറ്റളവായിട്ട് പറയുകയാണെങ്കിൽ അത് 99 കോലാണ് ഈ വീടിൻ്റെ ചുറ്റളവായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു പൂമുഖം എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് അടുത്തൊരു കണക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു 4 കെട്ട് വീടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ ഓരോ ഇതായിട്ട് പരിശോധിക്കുമ്പോൾ ആദ്യം ഒരു പൂമുഖമുണ്ട്. അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 4 കോൽ 20 അംഗലവും 5 കോൽ 8 അംഗലവും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു വരാന്തയാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു വരാന്തയാണ്. അത് 2 കോൽ 6 അംഗലവും. അതിൻ്റെ വിസ്താരം എന്ന് പറയുമ്പോൾ അതിൻ്റെ മൊത്തത്തിൽ വീടിൻ്റെ
അത്രയും വീതി നീളത്തിനാണ് ആ വരാന്ത വരുന്നത്. പൂമുഖത്തിൽ നിന്ന് നമ്മൾ വരാന്തയിലേക്ക് കയറുന്നത് 2 സൈഡിൽ കൂടെയാണ് അതിൻ്റെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് വടക്കോട്ട് ദർശനം ഉള്ള ഒരു വീടിനെ സംബന്ധിച്ച് ഞാൻ ഒരു അളവിൽ ചെറിയൊരു മാറ്റം വരുത്തിയതെന്ന് പറഞ്ഞാൽ, ഇത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇറങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വടക്ക് നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പൂമുഖത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ചാരുപടി ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരാന്തയിൽ നിന്ന് നമ്മൾ നേരെ കാണുന്ന ഒരു നല്ല രീതിയിലുള്ള കൊത്തുപണിയോടുകൂടിയ ഒരു ഡോറാണ്. ആ ഡോറ് നമുക്ക് പഴയ കാലത്തുള്ള ഒരു തറവാട് വീടുകളിലൊക്കെ ഉള്ളതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നതാണ് ഒരു വിശാലമായിട്ടുള്ള ഒരു ഡ്രോയിങ് ഹാൾ. അതിൻ്റെ വാസ്തു അളവെന്ന് പറയുന്നത് 4 കോൽ 22 അങ്കുലവും 9 കോൽ 8 അങ്കുലം എന്നുള്ള ചുറ്റളവാണ് ഇതിൻ്റെ ഡ്രോയിങ് ഹാൾ. ആ ഡ്രോയിങ് ഹാളിൽ തന്നെ അതിമനോഹരമായിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് ആ വീടിനെ സംബന്ധിച്ച് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതാണ് അതിനകത്ത് ഡ്രോയിങ് ഹാളിൽ ഫർണിച്ചർ വരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഈട്ടിത്തടിയിലുള്ള ഫർണിച്ചറാണ്. അതിൻ്റെ ഫ്ലോറും വുഡൻ ഫ്ലോറാണ്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആയാലും എല്ലാം ഒന്നിനൊന്ന് നമുക്ക് ഭംഗി വരുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ആ ഡൈനിങ് ഹാളിൽ വരുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഡൈനിങ് ഹാളും അതിൻ്റെ തൊട്ട് നടുക്കായിട്ട് നടുമുറ്റം അതിനകത്ത് കോർട്ട്യാർഡ് വന്നിട്ടുണ്ട്. ആ കോർട്ട്യാർഡിൻ്റെ അളവെന്ന് പറഞ്ഞത് 4 കോൽ 18 അങ്കുലവും 3 കോൽ 10 അങ്കുലവും ഉള്ള ദ്വജനീയ കണക്കാണ്. അപ്പോൾ ഡൈനിങ് ഹാളും കോർട്ട്യാർഡും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്പൈറൽ സ്റ്റെയറും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്പൈറൽ സ്റ്റെയർ കയറി നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറാണ്. ഈ സ്പൈറൽ സ്റ്റെയർ നമ്മൾ ശ്രദ്ധിച്ചാൽ അതും നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് പണികൾക്ക് നമ്മളിപ്പോൾ കൊത്തുപണിയോടുകൂടിയ സ്റ്റെയറാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു പോർഷനിൽ ഒരു പൂജാമുറിയുണ്ട്. പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് അന്ന് ഞാനിപ്പോൾ 2007 പൂർത്തിയാക്കിയ ഒരു വീടാണ്. അപ്പോൾ അന്ന് തന്നെ ആ വീട്ടുടമസ്ഥർ അവർ അമേരിക്കയിലാണ്. അവർക്ക് ആ ഓപ്പൺ കിച്ചൻ്റെ കൺസെപ്റ്റിൻ്റെ താല്പര്യത്തെ അനുസരിച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. എല്ലാം നമുക്ക് തേക്കും തടിയിൽ ഒരു ഈട്ടീര കളർ കോമ്പിനേഷൻ കൊടുത്താണ് ആ കിച്ചൺ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൽ ഒരു സെൻട്രലായിട്ട് ഒരു ഐലൻഡ് കിച്ചണുണ്ട്. ആ ഐലൻഡ് കിച്ചൺ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കസ്റ്റമറും ഓരോ വീട്ടുടമസ്ഥനും അവരുടെ താല്പര്യങ്ങൾ നോക്കി ഇവർ അമേരിക്കയിൽ സ്ഥിരതാമസമാണ്. അവർ ഫാമിലിയോടുകൂടി അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ അവർക്ക് നാട്ടിൽ വരുമ്പോൾ കേരളീയ തനിമയോടുകൂടിയ ഒരു നല്ല വീടായിരിക്കണമെന്നുള്ള ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ വളരെ വിശാലമായിട്ടുള്ള ചർച്ചകൾ ചെയ്തതിന് ശേഷം അവരുടെ താല്പര്യം കൂടെ നോക്കി തേക്കും തടിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ കളറ് ഒരു ഈട്ടീര കോമ്പിനേഷൻ എല്ലാം ഒരുപോലെ വരണമെന്നുള്ള താല്പര്യത്തോടുകൂടി ഫർണിച്ചർ അടക്കം ഈട്ടീര കളർ, ഫർണിച്ചർ എല്ലാം തന്നെ ഈട്ടിയാണ്. എന്നാൽ ബാക്കി വരുന്ന ഈ കിച്ചണിൽ കാണുന്ന ഈ പോർഷൻ എല്ലാം തന്നെ തേക്കിൽ ഈട്ടീര കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവെന്ന് പറഞ്ഞത് 6 കോൽ 6 അങ്കുലവും 4 കോൽ 12 അങ്കുലവും ആയിട്ടുള്ള ഒരു ചുറ്റളവാണ്. എന്ന് പറഞ്ഞാൽ 354 × 450 എന്നുള്ള ഒരളവിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. അതിൻ്റെ കട്ടിലും എല്ലാം തന്നെ ഈ വാസ്തുപരമായിട്ടുള്ള പൊസിഷൻ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ് ഏരിയ വിത്ത് ടോയ്ലറ്റ്, ഇത്രയും സൗകര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വാസ്തുപരമായ അളവുകൾ കൂടാതെ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കും കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീടെന്ന് പറയുമ്പോൾ വെറും വാസ്തുവിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞല്ല ഞാൻ പോകുന്നത്. ആ വീട് പ്ലാന് വാസ്തുപരമായി വരച്ച് അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടുത്തി അത് ആധുനിക രീതിയിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പഴയ കാലത്തുണ്ടായിരുന്ന വാസ്തുശാസ്ത്ര വിധികൾ അനുസരിച്ചിട്ടുള്ള
കണക്കും അതിൻ്റെ പ്രാധാന്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ നിർമ്മാണങ്ങൾ മൊത്തത്തിൽ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒരു നടുമുറ്റം, അതിനകത്തൊരു കോർട്ട്യാർഡുണ്ട്. ആ കോർട്ട്യാർഡിൻ്റെ ഒരു ഭംഗി നമ്മൾ ഇതിനകത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൃത്യമായ വാസ്തുപരമായിട്ടുള്ള കണക്ക് കൊടുത്ത് ധ്വജീയതയുടെ കണക്കാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 4 പോർഷനിൽ 4 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഞാൻ ഇതൊക്കെ തുടങ്ങിയതെന്തെന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള പഴയ നിർമ്മാണങ്ങളെല്ലാം നോക്കിയിട്ട് അതിനെ നമുക്ക് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി എൻ്റെ ഈ നിർമ്മാണത്തിനുണ്ട്. അതിൽ 4 തൂണുകളുണ്ടെങ്കിൽ ആ 4 തൂണും വെറുതെ ഒരു പില്ലർ കൊടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു കോർണീസ് വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ അതേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ 4 തൂണും അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു വുഡ് വർക്ക്, 4 ചുറ്റും ഒരു വുഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലും വളരെയധികം മനോഹരമായിട്ടുള്ള തേക്കും തടിയിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ കാണാം. അതിൻ്റെ പിന്നെ ഏറ്റവും ഇത് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴും ഈ നടുമുറ്റത്തിന് ചുറ്റും ഒരു ഇരിക്കാനുള്ള സൗകര്യം, അതിനെ ചാരുപടിയെന്നോ ഇരിക്കാനുള്ള എന്ത് സൗകര്യത്തിനോ അതും വളരെ പഴയ കാലത്തുള്ള ആ വർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് സ്കൈലൈറ്റ്, നമുക്ക് പ്രകാശം വീട്ടിനകത്തേക്ക്, പഴയ 4 കെട്ടൊക്കെ എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം വീട്ടിൻ്റെ അകത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അത് അതേപോലെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഇന്നത്തെ ഒരു പരിതസ്ഥിതിക്ക് ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുള്ളത് കൊണ്ട് അതിനെ ടഫൻഡ് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് വാസ്തുപരമായിട്ട് തെറ്റല്ല, എങ്കിലും പൂർണ്ണമായിട്ടും ഒരു നടുമുറ്റം ചെയ്യുമ്പോൾ ആ നടുമുറ്റത്തിൽ സൂര്യപ്രകാശം ഉള്ളിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഉത്തമം. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഈ വീടും പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പൈറലായിട്ട് ഉള്ള ഒരു സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ് പിന്നെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു ബെഡ്റൂം, 2 ബെഡ്റൂമാണ് മുകളിലായിട്ട് കാണുന്നത്. അതിൽ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഉള്ള താഴെയുള്ള കന്നി ഭാഗത്ത് അതിൻ്റെ മുകളിൽ തന്നെയാണ് വീണ്ടും അതേ അളവിൽ തന്നെയാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം കാണിച്ചിട്ടുള്ളത്. അതിൽ ടോയ്ലറ്റുണ്ട്, ഡ്രസ്സുണ്ട്. പിന്നെ വരുന്നത് ഒരു ഡ്രോയിങ് ഹാളാണ്. പിന്നെ ഇപ്പുറത്ത് നേരെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്കൊരു 2 ബെഡ്റൂമാണ് മുകളിലായിട്ട് ഉള്ളത്. ബാക്കിയുള്ള ഓപ്പൺ ടെറസായിട്ടാണ് നമ്മളതിനകത്ത് കാണിച്ചിരിക്കുന്നത്. 2 ബാൽക്കണി ഉണ്ട്. ഒന്ന് ഇപ്പോൾ വടക്കോട്ടുള്ള ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു ബാൽക്കണിയും പിന്നെ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഒരു ബെഡ്റൂം എന്നുള്ള ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. അത് തന്നെ ഒരു ഭംഗിയോട് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ഒരെണ്ണം 384 600 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു അളവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം എന്നുള്ളത് 522 × 354 എന്നുള്ള ഒരു അളവാണ്. എല്ലാം വാസ്തു അളവാണ്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇതിനകത്ത് 3 ചെറിയ ബാൽക്കണി, അതിൻ്റെ കൂടെ ഈ ബെഡ്റൂമിനോട് കണക്ട് ചെയ്ത് ഒരു ചെറിയ ബാൽക്കണിയും അതിൽ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഫ്രണ്ട് പോർഷനിൽ വടക്കോട്ട് ദർശനമുള്ള ആ വീടിൽ ഒരു ഫ്രണ്ട് ബാൽക്കണി ഇതിനകത്തുണ്ട്. കോർട്ട്യാർഡും അതുപോലെ തന്നെ നമുക്ക് മനോഹരമായ രീതിയിൽ അതിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യത്തോടുകൂടി ചാരുപടിയോട് കൂടിയുള്ള ഒരു ബെഡ്റൂം പിന്നെ കോർട്ട്യാർഡാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അതിൻ്റെ മുകളിൽ പിന്നെ സ്കൈലൈറ്റ്, നമുക്ക് സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട്. വാസ്തുപരമായ അളവുകൾക്ക് കൂടാതെ നമ്മൾ ഇതിൻ്റെ പുറമേയുള്ള മൊത്തത്തിൽ 2 ഏക്കർ സ്ഥലത്തുള്ള ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായിട്ടുള്ള ഒരു മുറ്റവും അത് ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചെറിയ പടിപ്പുര വീടിൻ്റെ നേരെ സെൻട്രൽ ലൈൻ നോക്കിയിട്ട് ഒരു പടിപ്പുര കൊടുത്തിട്ടുണ്ട്. അത് വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തെക്ക് വടക്കായിട്ടുള്ള മധ്യസൂത്രം അല്ലെങ്കിൽ യമസൂത്രവും
കൂടെയാണ് അതിനെ ഒരു കണക്ക് കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതും നേരെ ഒരു പടിപ്പുര കഴിഞ്ഞിട്ട് വലതുവശത്ത് നമുക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള വിശാലമായിട്ടുള്ള ഒരു ഗേറ്റും അതിനനുസരിച്ചുള്ള ഒരു ഫ്ലോറിങ്ങും ഒക്കെ അവിടെ കൊടുത്താണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് പ്രധാനമായിട്ട് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഈ മുറ്റത്ത് വന്നിരുന്നാലോ അത് ഏറ്റവും ഭംഗിയുള്ള ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രകൃതി ഭംഗി തോന്നിക്കുന്ന ഒരു കാര്യം അതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആ വീട് എങ്ങനെ നമുക്ക് ഒരു പ്രകൃതിക്കുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ വീടിൻ്റെ ഈ നിർമ്മാണവും അതിൻ്റെ ആ ലാൻഡ്സ്കേപ്പിങ്ങും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഗാർഡനിങ്ങിൻ്റെ ഉള്ള ഒരു എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് നമുക്ക് ഇതിനകത്ത് ചുറ്റും ഒരു മനയുടെ കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് വീടിന് വലിയൊരു പറമ്പായതുകൊണ്ട് അതിന് ചുറ്റും ഒരു കണക്ക് കൊടുത്ത് മനയ്ക്ക് ഒരു അളവും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ബാക്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് 2-3 വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു കാർ പോർച്ചും ഏറ്റവും വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേരളീയ തനിമയോടുകൂടി ഞാൻ ചെയ്തൊരു വീടാണ്. അതിൽ വാസ്തുപരമായിട്ട് കണക്കും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് തന്നെ പരിശോധിച്ച് കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, ഇത് 2007 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീട്. അതൊരു അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഒരു ഫാമിലിയുടെയാണ്. അപ്പോൾ അവരുടെ സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഈ വീട് ഇങ്ങനെ പൂർത്തിയാക്കി കൊടുത്തത്. അതിൻ്റെ പ്ലാൻ മുതൽ ലാൻഡ്സ്കേപ്പിംഗ് വരെ ഞാൻ നേരിട്ട് നിന്ന് ചെയ്ത് പൂർത്തിയാക്കിയ ഒരു വീടാണ്. അപ്പോൾ ഇതിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ കയ്യിൽ വരുന്ന ഏതൊരു പ്ലാനും ഏതൊരു കസ്റ്റമറായിരുന്നാലും അവരുടെ മനസ്സും കൂടി പഠിച്ചതിന് ശേഷം അതൊരു സൃഷ്ടിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞത് ഒരു ബിസിനസ് മൈൻഡിൽ നിന്ന് മാറിയിട്ട് അത് നമ്മൾ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്ത് അത് രണ്ടു കൂട്ടർക്കും അത് പണിത് കൊടുക്കുന്ന നമുക്കും അതേസമയം ഒരു വീട്ടുടമസ്ഥരും അവരുടെയും മനസ്സും കൂടി പഠിച്ചിട്ട് ഒരു നല്ല സൃഷ്ടി നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ വീടിനെ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. അതിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഒന്ന്, നമ്മൾ ആ വീടിൻ്റെ നമുക്ക് ഇതിപ്പോൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീടിനെ സംബന്ധിച്ച് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ വിശദമായിട്ട് എൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എടുത്തു പറയാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിലേക്ക് കടക്കാതെ വളരെ അത്യാവശ്യമായിട്ട് 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, ഞാൻ വാസ്തുവിദ്യ പഠിച്ച് ഞാൻ ഇറങ്ങി ഇതിനൊരു പ്രചാരം വന്ന് അതിൻ്റെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും കൂടി ഇതിൽ നിന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒന്ന്, പഴയ കാലത്തുണ്ടായിരുന്ന തറവാട് വീടുകൾ, കൊട്ടാരങ്ങൾ, നമ്മളെ കുതിരമാളിക ആയിരുന്നാലും വരിക്കാശ്ശേരി മനയായിരുന്നാലും അതോടൊപ്പം തന്നെ നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം ആയിരുന്നാലും ഇതെല്ലാം എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കൈ കിട്ടുന്ന ഒരു വീടിൽ അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളതിന് തെളിവും കൂടെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാൻ ഇതിനകത്ത് ഒരു മുഖപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി നോക്കുക. അതോടൊപ്പം തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ചാരുപടി നോക്കുക. കോർട്ട്യാർഡിൽ എനിക്ക് കിട്ടിയ അവസരം ഞാനത് പ്രയോജനപ്പെടുത്തി അത് എങ്ങനെ മനോഹരമാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഇതിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ വരുന്ന ലാൻഡ്സ്കേപ്പിംഗ് ആയിരുന്നാലും ശരി, എല്ലാം അതിൻ്റെ ഫർണിച്ചർ സെറ്റിംഗ്. അപ്പോൾ ഒരു അതിൻ്റെ ബെഡ്റൂം ഫർണിച്ചറായിരുന്നാലും ഹാളായാലും ഡൈനിങ് ആയാലും കിച്ചണായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് ഒരു നല്ല വീടെന്നുള്ള ഒരു ഇത് വെച്ചും കൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഒരു വീട് നമ്മൾ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മൾ എവിടെയും ഒരു പ്ലാന് വരയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കുറേ കണക്കുകൾ പറയുന്നത് കൊണ്ടല്ല, അത് പരിപൂർണമായിട്ട് ഏറ്റെടുത്ത് പൂർത്തിയാക്കി ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അനുഭവം കൂടി നമ്മൾ വിലയിരുത്തുമ്പോഴാണ് നല്ല ഒരു ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ നല്ലൊരു വീട് പിറവിയെടുക്കുന്നത് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്യുന്ന വീടുകൾക്ക് വാസ്തുവിദ്യയുടെ അംശങ്ങളുണ്ടാവണം. അതോടൊപ്പം തന്നെ അതിൻ്റെ നിർമ്മാണത്തിന് അതിൻ്റെ ശൈലി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നമുക്ക് അനുഭവപ്പെടുന്നത്.
അതുകൊണ്ട് നമുക്കൊരു ജീവനുള്ള വീട് അല്ലെങ്കിൽ ഒരു എനർജിയുള്ള ഒരു വീട് എന്ന് നമുക്ക് അവകാശപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി യോജിച്ച് വരണം. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇനിയും ഞാൻ എൻ്റെ നിർമ്മാണം ഇതിന് പൂർത്തിയായിട്ടുള്ള പല വീടുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ വരും ദിവസങ്ങളിലേക്ക് നമുക്ക് പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.